ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ് ഭൂനിയമ ചട്ട ഭേദഗതിയിലൂടെയും വനനിയമ ഭേദഗതിയിലൂടെയും സർക്കാർ ചെയ്യുന്നതെന്ന് CV വർഗീസ് പറഞ്ഞു. ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയർത്തുന്ന മാത്യു കുഴൽനാടനും സംഘവും കോടതിയിൽ നടത്തിയ കേസിലൂടെയാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായി വരുന്നത് 2018 മുതലാണ്. അതിന് കാരണമായിട്ടുള്ളത് മാത്യു കുഴൽനാടൻ്റെ അനുയായിയായിട്ടുള്ള ബിജോ മാണി ദേവികുളം വില്ലേജിലെ 16 ആളുകളുടെ ഭൂമി ചൂണ്ടിക്കാണിച്ച് അനധികൃതമായ കയ്യേറ്റമാണ്. അതുകൊണ്ട് അവരുടെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കേസ് കൊടുത്തു. വിജിലൻസിന് റവന്യൂ വിഷയമായതുകൊണ്ട്, ഭൂമി സംബന്ധിച്ചായതുകൊണ്ട് റവന്യൂ ആ കേസ് ഹൈക്കോടതി കൈമാറി. അതിനെ തുടർന്നാണ് ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനത്തിന് ഘട്ടത്തിലേക്ക് എത്തിയത്. സർക്കാരിൻ്റെ ഭൂമി കയ്യേറി കൈവശപ്പെടുത്തിയവർക്ക് മാത്രമേ പുതിയ ചട്ടഭേദഗതിയിൽ എതിർപ്പുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് പണമുണ്ടാക്കാനുള്ള മാർഗമാണ് ഭൂപതിവ് ചട്ടഭേദഗതി എന്ന ആരോപണത്തിനുള്ള മറുപടി ഇങ്ങനെ: 11 ലക്ഷം ആളുകളുള്ള ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ ക്രമവൽക്കരിച്ച് പോവുകയാണ് അവൻ്റെ കയ്യിലേക്ക്. മനസ്സിലായോ? ആരാധനാലയങ്ങൾ പൂർണ്ണമായും, എല്ലാം മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ദേവാലയങ്ങൾ പൂർണ്ണമായും. അൺഎയ്ഡഡ് സ്കൂളിൽ ഇടുക്കിയിലെ 154 അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അത് മുഴുവൻ ക്രമവൽക്കരിച്ച് പോവുക. സർക്കാരിന് കാശുണ്ടാക്കാൻ അൺഎയ്ഡഡ് സ്കൂളാണ്. ആശുപത്രി 0.5% കൊടുത്താൽ മതി. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആശുപത്രി പിന്നെ ആർക്കും ബാധകമാകുന്നത്? ആർക്കും ബാധകമില്ല. നിലവിലുള്ള നിർമ്മിതികൾ ക്രമവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള ചട്ടഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ഒക്ടോബറോടുകൂടി പുതിയ നിർമ്മിതികൾക്ക് വേണ്ടിയുള്ള ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.